ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യം ഏറ്റവും വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഇവിടെ DMK നേതൃത്വത്തിലുള്ള മുന്നണിയിൽ കോൺഗ്രസും ഇടതു പാർട്ടികളുമാണ് മറ്റ് പ്രധാന സഖ്യകക്ഷികൾ. മറുവശത്താകട്ടെ AIADMKയും BJPയും രണ്ട് വശത്തായി നിന്നുകൊണ്ട് DMK സഖ്യത്തെ നേരിടുന്നു. നടൻ ശരത് കുമാറിന്റെ പാർട്ടിയെ സ്വന്തം പാർട്ടിയിൽ ലയിപ്പിച്ചുകൊണ്ട് വലിയൊരു രാഷ്ട്രീയ നീക്കവും BJP അടുത്തിടെ നടത്തി. എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും തമിഴ്നാട്ടിൽ BJPയെ വാഴിക്കില്ല എന്നാണ് പുതിയ സർവേ ഫലം പറയുന്നത്. പ്രതിപക്ഷ സഖ്യത്തെ എന്ന പോലെ AIADMKയും BJPയും തമിഴ്നാട്ടിൽ വലിയ വിജയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. എന്നാൽ ഈ പ്രതീക്ഷ തകർത്തുകൊണ്ട് പ്രതിപക്ഷ സഖ്യം തമിഴ്നാട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ABPC വോട്ടർ ഒപ്പീനിയൻ പോൾ അവകാശപ്പെടുന്നത്. തമിഴ്നാട്ടിൽ ആകെയുള്ള 39 സീറ്റുകളിൽ 39 സീറ്റും ഇന്ത്യ സഖ്യം തൂത്തുവാരുമെന്ന് ABPC വോട്ടർ ഒപ്പീനിയൻ പോൾ പ്രവചിക്കുന്നു. കോൺഗ്രസ്, CPI, CPIM, VCK, MDMK, മക്കൾ നീതി മയ്യം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, കൊങ്കുദേശ മക്കൾ പാർട്ടി എന്നിവരാണ് DMK സഖ്യത്തിലുള്ളത്. 2019 തെരഞ്ഞെടുപ്പിൽ തേനിയൊഴികെയുള്ള 38 സീറ്റുകളിലും വിജയിക്കാൻ DMK സഖ്യത്തിന് സാധിച്ചിരുന്നു. വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിലും DMK വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. 57% വോട്ടായിരിക്കും സഖ്യത്തിന് ലഭിക്കുക. മറുവശത്ത് സീറ്റ് ഒന്നുമില്ലാതെ AIADMK 27.8% വോട്ട് വിഹിതത്തോടെ രണ്ടാം സ്ഥാനം നേടിയേക്കും. 10.9% വോട്ട് വിഹിതവുമായി NDAക്ക് മൂന്നാം സ്ഥാനം നേട്ടമാകുമെന്നും മറ്റു പാർട്ടികൾക്ക് 6.8% വോട്ട് വിഹിതം ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിങ്ങൾ ആരെ പിന്തുണയ്ക്കുന്നുവെന്ന ചോദ്യത്തിന് മറ്റ് നേതാക്കളെയെല്ലാം ബഹുദൂരം പിന്നിലാക്കി മോദി ഒന്നാമത് തുടരുകയാണ്. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ 58.6% പേർ തിരഞ്ഞെടുക്കുമ്പോൾ 32% പേരാണ് രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുത്തത്. 4% പേർ ഈ ചോദ്യത്തിന് മറുപടി നൽകാനും തയ്യാറായില്ല. അതേസമയം കേരളം പോലെ BJPക്ക് പിടികൊടുക്കാത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. ഇത്തവണ പ്രമുഖരെ പാർട്ടിയിൽ എത്തിക്കാനും മികച്ച വിജയം നേടാനുമാണ് പദ്ധതി. അങ്ങനെയാണ് നടൻ ശരത് കുമാറിന്റെ BJP പ്രവേശനം. അദ്ദേഹത്തിന്റെ അഖിലേന്ത്യാ സമത്വ മക്കൾ കക്ഷി BJP ലയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് ജനകീയ മുഖങ്ങളെ BJPയിൽ എത്തിക്കാനാണ് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള ശ്രമം. നരേന്ദ്രമോദിക്ക് മാത്രമേ രാജ്യത്തെ ശക്തമായി മുന്നോട്ട് നയിക്കാനാകൂ എന്നാണ് ശരത് കുമാറിന്റെ നിലപാട്. എന്നാൽ സഖ്യത്തെക്കാൾ BJP താല്പര്യപ്പെട്ടത് ലയനമായിരുന്നു. കേരളത്തിൽ സമാനമായ രീതിയിലാണ് PC ജോർജിന്റെ ജനപക്ഷം പാർട്ടി ലയിച്ചത്. ആദ്യം NDAയുടെ ഭാഗമാകാനും BJPയുടെ സഖ്യകക്ഷിയാകാനുമായിരുന്നു ജനപക്ഷത്തിന്റെ ആലോചന. പിന്നീട് ലയനം BJP ആവശ്യപ്പെടുകയായിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും സാധ്യമാകുന്ന നേതാക്കളെ BJPയുമായി അടുപ്പിക്കാനാണ് BJPയുടെ പുതിയ പദ്ധതി. ശരത് കുമാറിനെ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാക്കാനാണ് BJP ആലോചിക്കുന്നത്. തെങ്കാശി ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം BJP സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. നാടാർ സമുദായ വോട്ട് ശരത് കുമാറിന് ലഭിക്കുമെന്നാണ് കരുതുന്നത്. മത്സരിക്കുകയാണെങ്കിൽ ശരത് കുമാറിന് നേരിടേണ്ടത് DMK ആയിരിക്കും. ഏതായാലും BJPയിലേക്ക് ചാടിയ സ്ഥിതിക്ക് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി അദ്ദേഹം പ്രചരണത്തിന് എത്തിയേക്കും.